Good afternoon to all. Good afternoon. Good afternoon. എന്താണ് ആക്റ്റീവ് ആണോ എല്ലാവരും? Yes, ma'am. എന്താണത് പറയുമ്പോ തന്നെ ആക്റ്റീവ് ആണല്ലോ. എല്ലാ ക്ലാസ്സിലും മതി ഞാൻ ആക്റ്റീവ് ആണോ എന്ന് ചോദിക്കട്ടെ. വേണ്ടോ? ഞാൻ മാത്രമല്ല ഇങ്ങനെ ചോദിക്കാറ് ഇല്ലേ? കാരണം എന്താണ്, ഇംഗ്ലീഷ് ക്ലാസ്സിൽ പൊതുവെ സ്റ്റുഡൻസ് കുറവാണ്. ഓക്കെ, ഉള്ളവരെങ്കിലും കുറച്ച് ആക്റ്റീവ് ആയിട്ടിരിക്കട്ടെ. ഓക്കെ, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലോ സെൽഫ് കൺട്രോൾ ചെയ്തു, കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഓക്കെ, ഇന്നെങ്ങനെയാണ്? മടിയുണ്ടോ? അതിനുശേഷം നിങ്ങൾ എന്തെങ്കിലും ചെയ്തിരുന്നോ? സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തു, പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ടൈം കിട്ടിയോ? ടൈം നേരത്തെ നീക്കാൻ തുടങ്ങി. വെരി ഗുഡ്. കുറച്ച് കഴിയുമ്പോ മടി വരും കേട്ടോ. മഴയല്ലേ, ഇനി ചിലപ്പോ കടക്കാനൊക്കെ തോന്നും അല്ലേ? നേരത്തെ നീക്കണോട്ട് ക്ലാസ് കാണുമ്പോ ഉറക്കം വരിക. എന്തോ? ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോ ഉറക്കം വരിക, നേരത്തെ നീക്കുന്നോണ്ട്. ഓ അങ്ങനെ, അത് ഇംഗ്ലീഷ് ക്ലാസ് അറിയേ വേണ്ടല്ലോ. അല്ല, ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഉറങ്ങില്ല, ബാക്കി ക്ലാസ് കേൾക്കണ്ട. ഇംഗ്ലീഷ് ക്ലാസ്സിൽ സംസാരിക്കുന്നതുകൊണ്ട് ഉറക്കം തോന്നില്ല, മറ്റത് ഫുൾ ടൈം ഇങ്ങനെ കേട്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പോ നമുക്കിനി കുറച്ച് ഫ്രേസുകൾ നമുക്ക് പഠിക്കാം. നമുക്ക് ഫ്രേസുകളൊക്കെ ആവശ്യമാണ്. കുറച്ച് ഇത് പഠിക്കാം കേട്ടോ. നോട്ട്സ് എടുത്തോളൂ, നമുക്ക് നോട്ട്സ് എഴുതാം. പഠിക്കണം, എന്നിട്ട് ഇതെല്ലാം ഞാൻ തരുന്ന എല്ലാം പഠിക്കണം കേട്ടോ. ഓക്കെ, എഴുതിക്കൊള്ളട്ടോ. റീഡിങ് കൊടുക്കാം, ഫ്രേസുകൾ നോക്കുന്ന റീഡിങ് കൊടുക്കാം, എഴുതാം. Break away. Break away. എന്തായിരിക്കും മീനിങ്? എന്തായിരിക്കും break away? Break away means escape. Escape ആണ് കേട്ടോ. Break away, escape. thief, അതായത് കള്ളൻ പോലീസിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയണമെങ്കിൽ അങ്ങനെ പറയണം. The thief രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പൊ ബ്രേക്കിന്റെ പാസ്റ്റ് എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ എങ്ങനെ പറയാം? Thief broken away from police. Broken ഒന്നല്ല, broke away എന്ന് തന്നെ പറയണം കേട്ടോ. The thief broke away from the policeman. ഓക്കെ, പോലീസിൽ നിന്ന് കള്ളൻ രക്ഷപ്പെട്ടു. മനസ്സിലായോ? അപ്പൊ നമുക്ക് എസ്കേപ്പ് എന്ന് പറയുന്നേക്കാളും നമുക്ക് അവിടെ ബ്രോക്ക് അവേ എന്ന് യൂസ് ചെയ്യാം. ഒരിക്കലും ബ്രേക്ക് അവേ എന്ന് പറയരുത്, കാരണം നമ്മൾ പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഈ പറയുന്ന ഫ്രേസൽ വേർബ് നമ്മൾ പാസ്റ്റിലേക്ക് മാറ്റണം, എന്നിട്ട് വേണം ആ സെന്റൻസിൽ ആഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോ എക്സാമ്പിൾ വേണമെങ്കിൽ എഴുതിക്കോളൂ. The thief broke away from the policeman. രക്ഷപ്പെട്ടു, escape. അല്ലെങ്കിൽ the thief escaped from the policeman. Escaped എന്ന് പറയാം, പക്ഷെ better version നമുക്ക് broke away എന്ന് പറയുന്നതാണ്. പക്ഷെ നമുക്ക് ഇംഗ്ലീഷൊക്കെ അറിയാമെന്ന് മനസ്സിലാകും സെന്റൻസ് വായിക്കുന്ന ആൾക്ക്. ഓക്കെ, അതാണ് ഫ്രേസൽ വേർബിന്റെ ഗുണം. ഫ്രേസൽ വേർബ് പഠിക്കുന്നത് നല്ലതാണ്. ഓക്കെ, നെക്സ്റ്റ് ബ്രേക്ക് ഡൗൺ. അറിയാലോ ബ്രേക്ക് ഡൗൺ എന്താണ്? പ്രത്യേകിച്ച് മലയാളം പറയാൻ പറ്റില്ല അല്ലെ. വണ്ടി ബ്രേക്ക് ഡൗൺ ആയെന്നൊക്കെ നമ്മൾ പറയില്ലേ? ഓഫായി എന്ന് പറയാം. destroy or defeat. ചീത്തായി പോയി എന്നൊക്കെയാണ്, നിന്ന് പോയി, നശിച്ചുപോയി എന്നൊക്കെ പറയാം. അപ്പൊ ബ്രേക്ക് ഡൗൺ അങ്ങനെ ഒരു മീനിങ് ഒക്കെ.
എഴുതിക്കോളൂ. The bus was brought down. ബ്രേക്ക് ഡൗൺ ആയി, ഫാസ്റ്റ് ആണ്. എല്ലാം നമ്മൾ പറയുന്നത് ഫാസ്റ്റ് ആയിട്ടായിരിക്കും പറയുന്നത്. ഇതും ബ്രോക്ക് ഡൗൺ ആണ് കേട്ടോ. ബ്രോക്കൺ ഡൗൺ, നോട്ട് ബ്രോക്ക് ഡൗൺ. ബ്രോക്കൺ ആണ് വരാ കേട്ടോ ഇവിടെ. അത് ബ്രോക്ക് അല്ല വരാ, ബ്രോക്കൺ. The bus was broken down എന്ന് പറയാം. ബസ് ബ്രേക്ക് ഡൗൺ ആയി എന്ന് പറയും. Break into means enter by force. Force ചെയ്തിട്ട് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുക, ആ ഒരു മീനിങ് ആണ് വരാം. Enter by force. അതായത് എക്സാമ്പിൾ, the thief broke into the house എന്ന് പറയാം. The thief broke into the house. Broke into the house. Break off, end or terminate. ഈ അതിക്രമിച്ചു എന്ന് പറയുന്നത്. Break off means end or terminate. നമുക്ക് അവസാനിപ്പിക്കാം, terminate ചെയ്യാം, എന്നൊക്കെ അറിയാലോ. അങ്ങോട്ട് കേട്ടോ. Break out, to begin suddenly. To begin suddenly. To begin suddenly എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തുടങ്ങാനായിട്ട് break out, പെട്ടെന്ന് തുടങ്ങാം. ഇപ്പോ the fire, a fire broke out in the house. തീ പെട്ടെന്ന് വീടിനകത്തേക്ക് വളർന്നു പിടിച്ചു എന്ന് പറയും അല്ലെ, പെട്ടെന്ന് പിടിച്ചു അങ്ങനെ പറയും. അതാണ് ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത്. ഇനി ബ്രേക്ക് ഔട്ട്, നെക്സ്റ്റ് ബ്രേക്ക് ഔട്ട്. ബ്രേക്ക് പറയാലോ, തിരിച്ച് മീനിങ് ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. ബ്രേക്ക് ഔട്ട് ഡിവൈഡഡ് ടു സിമിലർ പീസസ്. തിരിഞ്ഞു പോകുക അല്ലെ ബ്രേക്ക് ഔട്ട്. അത് നമ്മുടെ റിലേഷൻ ബ്രേക്കപ്പ് മാത്രമല്ല കേട്ടോ, എന്തും ബ്രേക്കപ്പ് പറയാൻ പറ്റും. ബ്രേക്കപ്പ് മീൻസ് ബ്രോക്കപ്പ് പറയാൻ പറ്റും. അതുപോലെ ബ്രേക്കപ്പ് ആയി, ബ്രോക്കപ്പ് ആയെന്ന് ശരിക്കും പറയേണ്ടത് കേട്ടോ, കാരണം ഫാസ്റ്റ് അല്ലേ. ശ്രദ്ധിക്കാം. ഇനിയിപ്പോ റോഡ് ഒക്കെ എന്താണ് ബ്രോക്കപ്പ് ആയെന്ന് പറയാം. റോഡ് രണ്ടായിട്ട് വിഭജിച്ചു, ഡിവൈഡ് ആയി. Then
Bring back. To return. Return കൊണ്ടുവരിക. Okay. Bring in. On and save. On and save. സമ്പാദിക്കുക സേവ് ചെയ്യുക കേട്ടോ. Bring out. Produce. Produce ചെയ്യുക. Bring out. Produce. Bring under. To control and defeat. Control ചെയ്യുക അല്ലെങ്കിൽ defeat ചെയ്യുക. Bring under. Defeat നശിപ്പിക്കുക. Defeat ചെയ്യുക, നശിപ്പിക്കുക. Bring up. To educate and care for kids. അതായത് for example, parents bring up their kids. Parents kidsനെ educate ചെയ്യുക അല്ലെങ്കിൽ care ചെയ്യുക എന്ന രീതിയിൽ പറയുന്നത് കേട്ടോ. Collect. Collect means visit the place. It will place it ചെയ്യുക. Collect. Then follow. Visit a person. Example, our chief minister called at Delhi and called on the prime minister. എന്താണ് chief minister ഡൽഹി വിസിറ്റ് ചെയ്തു എന്തിനാ പ്രൈം മിനിസ്റ്ററിനെ കാണാൻ അല്ലെ. അപ്പൊ called at and called on മനസ്സിലായോ? ഇങ്ങനെയാണ് യൂസ് ചെയ്യുക phrasal verb. ഇങ്ങനെയും പറയാം our chief minister visit Delhi and visit prime minister എന്നും പറയാം. പക്ഷെ ഏറ്റവും നല്ലത് എന്താണ് ആ phrasal verb വന്നപ്പോൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയി നമ്മൾ അല്ലെ. അപ്പൊ ഇങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം. Call upon, ask to do something. ഇതിലേക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് കേട്ടോ. Call upon. Call for, demand. Carry on. Carry on ഒക്കെ phrasal verb ആണ് കേട്ടോ. മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലേ. phrasal verb ആണ് എന്ന് അറിയാതെയാണ് നമ്മളിതൊക്കെ യൂസ് ചെയ്യുന്നത് എന്ന് മാത്രം അല്ലെ. മനസ്സിലായില്ലേ? നമ്മുടെ phrasal verb നമ്മുടെ ലൈഫിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. വേറെ എക്സാമ്പിൾ ആണ് wind up. Let's wind up today's class എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് പോവാറ് അല്ലെ. ഈ wind up എന്ന് പറയുന്നത് ഒരു phrasal verb ആണ്. ഓക്കെ.
carry out. For fulfill and execute, നിർവഹിക്കുക, fulfill ചെയ്യുക, നിറവേറ്റുക. Come about, occur or happen, സംഭവിക്കുക. Come across, meet by chance. Meet by chance. By chance നമ്മൾ meet ചെയ്യുക, ആ ഒരു മീനിങ്ങാണ്. Come by, obtain. Obtain means നേടുക. Obtain ചെയ്യുക, നേടുക. Jokes are how to come by with many people. നേടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ജോലി നേടാൻ കുറച്ച് എല്ലാവർക്കും ജോലി നേടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നേടുക, കമ്പയറോട് യൂസ് ചെയ്തു. Come round. Come round begin to accept. Accept ചെയ്യാൻ തുടങ്ങാം. Cut across, interrupt ചെയ്യുക. Headache ഏതാണ് പറയുന്നത്? Interrupt ചെയ്യുക. Cut down to reduce. Cut down to reduce. Cut off. Cut up എന്താണ്? Disconnect. Yeah. Sharma, അത് കൊള്ളാട്ടോ. Cut off ആയോ? Yeah, okay. Cut off ആയിട്ടില്ല. Disconnect. ഇങ്ങനെയൊക്കെ പഠിക്കൂ കേട്ടോ. യൂസ് ചെയ്യാം. യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കും.
നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോജീസ് ഒക്കെ ഉണ്ടോ ക്ലാസ്സിൽ അല്ലെ? എന്റെ ഇമോജീസ് ഉണ്ടോ ടെക്സ്റ്റ് അപ്പോ സെൻഡ് ചെയ്യാൻ പറ്റിയത്? അതിനെന്താണ്? തമ്പുണ്ട്, സ്മൈൽ ഉണ്ട്, ഒരുപാടില്ലേ? നിങ്ങൾ എന്താണ് ഫീലിങ്സ് ഇതൊന്നും നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യാനായിട്ട് അറിയാൻ പറ്റും. നിങ്ങൾ ചിരിക്കുകയാണെങ്കിൽ സ്മൈൽ ഇടും. അപ്പൊ എനിക്ക് മനസ്സിലാവും നിങ്ങൾ ചിരിക്കുകയാണെന്ന്. ഓക്കെ, അങ്ങനെയല്ല. ഓ ഓക്കെ, കൊള്ളാം. ഇതൊക്കെ ഞാൻ പറഞ്ഞു തരണോ നിങ്ങൾക്ക്? കൊള്ളാലോ നിങ്ങൾക്ക്? ഓക്കെ, then cut off already. Get on. Get on. Get on, make progress. Progress ഉണ്ടാക്കുക. Get over. Get over. Student, sorry. It's my mistake. എന്തായാലും ഞാൻ കണ്ടില്ല. Okay. Get on, make progress. Get over, overcome. Get away, escape. Okay. ഇപ്പോ ഇത്രയും ഫ്രീസ് ലോബ് ചെയ്യുന്നത് എത്ര കിട്ടി എന്ന് പറഞ്ഞേ, ഇത് കൗണ്ട് ചെയ്തേ. ഇതിലൊന്ന് ഫിക്സ് ചെയ്യുന്നത് ഷഹന രണ്ടെണ്ണം മിക്സ് ചെയ്തിട്ടില്ല എഴുതാം. ഓക്കെ, ഇത്രയും ഫ്രേസൽ വേർബ് എഴുതി. ഇതില് ഒരു 10 ഫ്രേസൽ വേർബ് യൂസ് ചെയ്തിട്ട് ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, രണ്ടെണ്ണം പോയി ഷഹന ചോദിക്കൂ, ഏതാണ് പോയെന്ന് ചോദിക്കൂ. ഞാൻ പറയാം, ഞാൻ വായിക്കാട്ടോ. First one, break away, break away, break down, break into, break off, break out, break up, bring back, bring in, bring out, bring under, bring up, call at, call on, call upon, call for, carry on, carry out, come about, come across, come by, come round, cut across, cut down, cut off, get on, get over, get away. Okay? Clear? അപ്പൊ ഞാൻ പറഞ്ഞ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 10 ഫ്രേസ് എടുത്തിട്ട് 10 സെന്റൻസ് എഴുതാം. എല്ലാം ഉണ്ടോ? ഇവരെ കറക്ഷൻ എത്തിയാണോ? എന്തെങ്കിലും ആവട്ടെ, എല്ലാം എഴുതിട്ടുണ്ടല്ലോ, അത് മതി. ഓക്കെ ഓക്കെ, എല്ലാവരും നെക്സ്റ്റ് ചെയ്തേ. ഇഷ്ടമുള്ള 10 ടെക്സ്റ്റ് ഓരോന്നല്ല, ഒന്നിച്ച് 10 ഒന്നിച്ച് ടെക്സ്റ്റ് ചെയ്യും. എനിക്ക് നോക്കാൻ എളുപ്പമാണ്. ഓക്കെ, 10 ഫ്രേസൽ വേർബ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും 10 ഫ്രേസൽ വേർബ് വെച്ചിട്ട് 10 സെന്റൻസ് ക്രിയേറ്റ് ചെയ്ത് എനിക്ക് ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, I'll wait for you. I'll wait your എന്താണ് സെന്റൻസോ എക്സാമ്പിളോ ഇതാണെങ്കിലും പറയാം.
ഓക്കെ, പെട്ടെന്ന് ചെയ്യാട്ടോ. മിസ് എല്ലാ സെന്റൻസും പാസ്റ്റ് ടെൻസിൽ മാറ്റണോ? പാസ്റ്റ് ടെൻസ് നമ്മൾ പറയുന്നത് ഏത് സെന്റൻസ് ആണെന്ന് നോക്കും. പാസ്റ്റിലെ കാര്യമാണെങ്കിൽ പാസ്റ്റ് ടെൻസ് പറയണം. ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയണമെങ്കിൽ പാസ്റ്റ് അല്ലേ, പാസ്റ്റ് ടെൻസിൽ പറയണം. ഓക്കെ, എല്ലാ ഫ്രേസൽ വേർബ്സ് വെച്ചിട്ടും സെന്റൻസ് ചെയ്യണം? എല്ലാം വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല 10 അതെ. ഓക്കെ, ഇത് സിമ്പിൾ ആയി തോന്നി ഏതെങ്കിലും 10 ഫ്രേസ് വേർബ് വെച്ചിട്ട് പറയണം. അതിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന സെന്റൻസ് എന്തായാലും പാസ്റ്റ് ടെൻസ് ആയിരിക്കും. കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചായിരിക്കും നിങ്ങൾ പറയാം. അപ്പൊ മിക്കതും പാസ്റ്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ, ഐ ആം നോട്ട് ഫീലിംഗ് വെൽ, മൈ സ്ട്രെയിൻ വരും. ഓക്കെ, സോ ഞാൻ ക്യാമറ ഓഫ് ചെയ്യാണ്. നിങ്ങൾ 10 ഒരുമിച്ച് ടൈപ്പ് ചെയ്തിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, നിങ്ങൾ എഴുതുന്നുണ്ടോ?
എല്ലാവരും എഴുതുന്നുണ്ടോ? ഉണ്ടോ? റെസ്പോണ്ട് ചെയ്യൂ. എല്ലാവരും ചെയ്യുന്നില്ലേ? ഓക്കെ, ഞാനിവിടെ ഉണ്ട് കേട്ടോ. ഞാൻ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ബ്ലോക്ക് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഓക്കെ.
ഓക്കെ കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? ഇല്ല. ഓക്കെ, ഞാൻ കുറച്ച് സെന്റൻസ് ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഫ്രേസൽ വെർബ് വെച്ചിട്ട് ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഇതാ, നിങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ വായിച്ചു നോക്കാം. ഓക്കെ ഓക്കെ ആണോ? കേൾക്കുന്നുണ്ടോ? എന്ന് റെസ്പോണ്ട് ചെയ്യുന്നേ. ക്ലാസ്സിൽ ഉണ്ടോ? അശ്വതി ഉണ്ട്. ബാക്കി ആരെങ്കിലും ക്ലാസ്സില്? യെസ്. ഓക്കെ, ടെക്സ്റ്റ് ചെയ്തോളൂ. കഴിഞ്ഞെങ്കിൽ ടെക്സ്റ്റ് ചെയ്യും കേട്ടോ. Okay, please take it over. She carry on her dancing. Yeah, carry on. I bring back to home. We cut off the internet. She get over the disease. The way from that problem, you came around the reality and work off the job. We brought out the program. So they bring out the fire. They call for the lads for the car. Okay, Shahna, next ചെയ്ത എല്ലാ വേർഡ് സെന്റൻസും നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ടോ? എഴുതിയെടുക്കട്ടോ, നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണേ. ഓക്കെ ഓക്കെ മാം. നോട്ട്ബുക്കിൽ എഴുതിയെടുത്തിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ കേട്ടോ. മിസ്റ്റേക്ക് ഉണ്ടോ, കറക്റ്റ് ചെയ്യണോ എന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, സ്വയം റെക്ടിഫൈ ചെയ്യും. ഓക്കെ. The bus called at the bus stop to pick up at the first. She got off a piece of chocolate to share the so bring back the item of order to read the bus. The reading brings out the color. The rice, the strong smell, the garden, she just got back. The boyfriend his car was from curiosity to suddenly started listening to the hardship. Feelings the largest moment to be read from start. ഓക്കെ, ആൻസി എവിടെയെങ്കിലും തോൽപ്പ് പിടിച്ചാണോ? ആണോ? സ്വന്തമായിട്ട് ചെയ്താണോ ആൻസി? ടൈപ്പ് ചെയ്യുമ്പോൾ ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് തന്നെയല്ലേ? ക്രിയേഷൻ തന്നെയല്ലേ? ആണോ? അല്ലെങ്കിൽ എന്തെങ്കിലും സോഴ്സ് ത്രൂ ഒന്നാണോ? ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. നോട്ട്ബുക്കിൽ എഴുതുക കേട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ ടെക്സ്റ്റ് ചെയ്ത എല്ലാവരും നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക. ഓക്കെ, ഓക്കെ, ബാക്കി എല്ലാവരും ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടോ? പെട്ടെന്ന് ചെയ്യൂ.
Ramshina, Ashwini, Shoma, then Suhana. This was the goal. And so we started about the solution. Down the system. This the crowd walked into the bench. Yeah. Okay, Ramshina, let's get the mistakes. Okay. Still no. No. These broke into the jewelry. She broke away from her family function. The car was broken down. Brought about a long time. That's it. She then bought from herself. Let's get some here and for the next yeah, I'm trying to okay, Sumana. Eleven notebook either correct. 6 and then correct. 6 correct. Okay. Any Shalini and Ashwini, രണ്ടുപേരും മാത്രമേ ഉള്ളൂ ട്ടോ. I'm in the hospital and I'm at the hospital. ഇത് രണ്ട് തമ്മിൽ വ്യത്യാസം എന്താ? I'm in hospital and I'm at the hospital. ആർക്കെങ്കിലും അറിയോ? പറയൂ, എല്ലാവരും കൂടി ചോദിക്കും. I'm in hospital and I'm at the hospital. Do you know the difference between two sentences? ഇന്നാകുമ്പോ അവിടെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു, എന്താണ് ഡോക്ടറെ കാണാനായിട്ട് പോകുന്നു. അറ്റ് ഹോസ്പിറ്റലിൽ അവിടെ ആരെങ്കിലും മീറ്റ് ചെയ്യാനായിട്ട് പോകുന്നു, അങ്ങനെയാണോ? Okay. വേറെ ഞാൻ പറയാം എന്താ difference between these two sentences. I'm in hospital and I'm at hospital. Anyone know the answer? What's different? No? Okay. I'm in hospital means the admitted ആണ്. Okay, hospitalized ആണ്. ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആണെങ്കിൽ I'm in hospital എന്ന് പറയും. ഇനിയിപ്പോ ഞാൻ ആരെങ്കിലും ഒരാൾ ഹോസ്പിറ്റലിലേക്ക് ഒരു അഡ്മിറ്റ് ആയി ആരെങ്കിലും കാണാൻ പോവാണെങ്കിൽ I'm at hospital എന്ന് പറയും. ഇതാണ് ഡിഫറൻസ് കേട്ടോ. ഓക്കെ, ഹീസ് ഇൻ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ ആണ്, ചിലപ്പോൾ അഡ്മിറ്റഡ് ആയിരിക്കാം. ഇപ്പോ അതിന് മീറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഹീസ് അറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയും. ഓക്കെ, ക്ലിയർ? അശ്വതി കഴിഞ്ഞോ? അശ്വതി ആൻഡ് ആരായിരുന്നു? ശാലിനി പോയി. അശ്വതി കഴിഞ്ഞോ? കിട്ടുന്നുണ്ടോ? ഞാൻ ടൈപ്പ് ചെയ്ത് വന്നായിരുന്നു, അപ്പൊ മാം അത് ചോദിച്ചപ്പോ വോയിസ് അയക്കാൻ വന്നപ്പോ ടൈപ്പ് ചെയ്തൊക്കെ പോയി. ഓക്കെ,
ഇത് ഫ്രേസൽ വെർബ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഒരുപാട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം, നമ്മള് മാക്സിമം ഇത് യൂസ് ചെയ്യാം, നമ്മുടെ ലൈഫിൽ ഇത് സംസാരത്തിന്റെ ഇടയിലൊക്കെ യൂസ് ചെയ്യാൻ നോക്കാം. അങ്ങനെ നമ്മൾ പഠിക്കുള്ളൂ കേട്ടോ. ക്യാരി ഓൺ എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്ത് പഠിച്ചതല്ലേ, അതേപോലെ ഇപ്പോൾ തന്ന എല്ലാ ഫ്രേസൽ വെർബും മാക്സിമം യൂസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഫ്രേസൽ വെർബ് തന്നെയായിരിക്കും ക്ലാസ്സിൽ, ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ. So, okay, let's buy a phrase class. Okay, thank you all. See you in the next class. Okay. Thank you, ma'am. Thank you, ma'am.